അതെ തോസേട്ടാ, ഞങ്ങളുടെ വീട്ടുകാരും എൻ്റെ അമ്മയുടെ വീട്ടുകാർ അമ്മമ്മയുമായിട്ട് എത്രയോ വർഷമായിട്ട് പ്രശ്നങ്ങളും വഴക്കുകളും നടന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇന്ന് വരെ സോഷ്യൽ മീഡിയ വന്ന് പറയാനോ എന്തിനാ പറയാൻ, നമ്മൾ ഇത്രയും വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ദോസേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? പറയത്തില്ല. അതാണ് ഞാൻ. അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്ന് കുഞ്ഞായിട്ടിരിക്കും, ഒരു 5-6 വയസ്സുള്ള സമയത്ത് ഈ എൻ്റെ അച്ഛനുമായിട്ടും അമ്മമ്മയുമായിട്ടും ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്, ഞങ്ങളെ കണ്ടുകൂടാ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എൻ്റെ അമ്മയുമായിട്ട് അമ്മമ്മയുടെ വീട്ടിൽ ചെന്നു തന്നെ അമ്മമ്മ പെട്ടെന്ന് എൻ്റെ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു, ആ മോളെ നീ വന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്നെ കണ്ടത്. ഈ സർപ്പസന്തതി ഉണ്ടോ കൂടുന്നൊരു ചോദ്യം. എൻ്റെ തോസേട്ടാ, ഞാൻ അന്നേരം ഉണ്ടല്ലോ ഈ ബാലൻ സിനിമയിലാത്ത കൊച്ചി ഇറക്കം നോക്കി കണ്ണും പിടിച്ച് നിൽക്കത്തില്ലയോ, അതുപോലെ അങ്ങ് നിന്നു പോയി തോസേട്ടാ. പക്ഷെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനേ ഇതെന്നുണ്ടാക്കിയ പോക്കില് വർഷങ്ങളോളം അവർ തമ്മിൽ എന്തോരം പ്രശ്നമായതെന്ന് അറിയാമോ? പക്ഷെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലും പറഞ്ഞിട്ടില്ല, ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല തോസേട്ടാ, അതാ ഞാന്. അങ്ങനെ പറഞ്ഞാൽ ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെ പറയത്തില്ല. അതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് കുഞ്ഞായിട്ടിരിക്കുമ്പോഴാ ഈ അമ്മമ്മ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടു. പിറ്റേ ദിവസം പോയിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ശാര വേഗത്തിൽ അമ്മമ്മ വീട്ടിൽ വന്നിട്ട് അമ്മമ്മയുടെ കഴുത്തിൽ ഒരു 5 പവൻ്റെ മാല കിടപ്പുണ്ട്. അത്രയും വലിയ മാല ഞങ്ങളുടെ വീട്ടിലൊന്നും ആർക്കും ഇല്ല. അമ്മമ്മ വന്ന് പറയുന്ന ആ അമ്മമ്മയുടെ കഴുത്തിൽ കിടന്ന മാല ഊരി മാറ്റിയിട്ട് ഞങ്ങൾ ചെറിയ മാല അമ്മമ്മയ്ക്ക് കൊടുത്ത്, അതുകൊണ്ട് മര്യാദയ്ക്ക് മാല തിരിച്ചു തരുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നാട്ടുകാരും അറിയും, ഞാൻ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്ത് ഞങ്ങളോട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ദിവസേട്ടാ. ഞങ്ങളുടെ അച്ഛൻ അന്ന് പുറത്ത് പോയപ്പോയിരുന്നു. അച്ഛൻ അറിഞ്ഞില്ല. ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞു, അമ്മമ്മ ഞങ്ങൾക്ക് ഇത്രയൊരു മാല ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങളത് എടുത്തിട്ടില്ലെന്ന്. അമ്മമ്മ ഞങ്ങളെ ഒത്തിരി ശപികളും ചീത്ത പറച്ചിലും നിങ്ങൾ നശിച്ചു പോകുന്ന പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പറഞ്ഞു ദോസേട്ടാ. ഇതൊക്കെ ഞാൻ ദോസേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ദോസേട്ടാ? അങ്ങനെ പറഞ്ഞാലെ കൊണ്ട് ഇല്ല ദോസേട്ടാ, ഞാൻ ദോസേന്റെ അടുത്തും പറയത്തില്ല, മീഡിയയിലും പറയത്തില്ല. ഞാൻ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും കുടുംബവും കുലീനത്വവും ഉള്ള കുടുംബത്തിൽ പറഞ്ഞവളാണ്. അടുക്കളയിലെ കാര്യങ്ങളൊന്നും അങ്ങാടി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇതേ നാർന്നവും പൂർണ്ണവും വല്ല മീഡിയയിലും എന്നെ പറഞ്ഞു നടക്കുന്നവളല്ല ഞാൻ. അങ്ങനെ അന്തസ്സുള്ളവളാ, ആ കുടുംബത്തിൽ ജനിച്ചവളാ ഞാൻ. എടേ സുജയ്, നിന്റെ അമ്മമ്മ മരിച്ചിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞില്ലേ? ഇപ്പൊ വന്നിരിക്കുക അവള് ബാലൻ സിനിമയിലെ പയ്യൻ നിന്നതുപോലെ നിന്നെന്ന് പറയാൻ വീഴ്പലക്കാൻ വന്നിരിക്കുക ഇവള്. എണീറ്റ് പോടെ, ഇതും പറഞ്ഞുകൊണ്ട് ഇനി നിൽക്കാതെ.